സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇതേ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോ പാർട്ട് 6 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മൾ ഷുഗർ കെയിൻ ഫാമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആനിമൽ ക്രഷർ. അതായത് നമ്മൾ എൻ്റെ സർവൈവൽ സീരീസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മളൊരു ഫാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫാം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ചുമ്മാ വളർത്താനുള്ള, പക്ഷേ നമുക്ക് ഫുഡിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് ക്രഷർ എന്ന് പറയുന്നത്. അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഉള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. മിക്കവർക്കും ഇത് അറിയാവുന്ന സാധനമാണ്, എന്നാലും കുറച്ച് പേർക്ക് അറിയാത്തതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കെന്താ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലൈവ് വരുന്നൊന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. കുറച്ച് പേരെന്ന് പറഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നില്ല, സോറി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു. നിങ്ങൾ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഈ ചില സമയത്ത് യൂട്യൂബ് പണിയായിരുന്നായിരിക്കും, പക്ഷേ ബെൽ ബട്ടൺ ഇനേബിൾ ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ചെസ്റ്റും ഒരു ഹോപ്പർ, ഒരു 25-30 സ്റ്റോൺ, ഒരു സ്റ്റെയർ മതി, പിന്നെ കുറച്ച് ഒരു 5 ഡേർട്ട് ബ്ലോക്ക്, ഒരു വാട്ടർ ബക്കറ്റ്, ഒരു വീറ്റ്, ഒരു ഓക്ക് ഫെൻസ്. ഇത്രയും മതി നമുക്ക്. ഞാൻ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏതാ വെച്ചാൽ ആനിമൽ ക്രഷർ എന്ന് പറഞ്ഞില്ലേ. ഇതിനകത്ത് നമുക്ക് ആട്, പശു, കോഴി, പന്നി, അതായത് നമുക്ക് ഈ മീറ്റ് കിട്ടുന്ന എന്തിനെ നമുക്ക് കിട്ടാൻ പറ്റും. ഇപ്പം ഞാൻ എന്തായാലും പശുവിനെയാണ് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു ബ്ലോക്കിൽ ചെസ്റ്റും അടുത്ത ബ്ലോക്കിൽ ആ ചെസ്റ്റിനോട് കണക്റ്റായിട്ട് ഒരു ഹോപ്പർ വെച്ചെടുക്കുക. എന്നിട്ട് ഈ ഹോപ്പറിൻ്റെ മുകളിൽ ഒരു സ്റ്റോൺ ബ്ലോക്ക്, ടെമ്പററി ബ്ലോക്കാണ് ഇത്, ഒരു സ്റ്റോൺ വയ്ക്കുക, ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് ഈ ബ്ലോക്കിൻ്റെ ഈ ബ്ലോക്കിൻ്റെ മുകളിലത്തെ ഈ ഒരു ഈ ബ്ലോക്കിൻ്റെ ഈ ഒരു പാർട്ടായിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് മാറിപ്പോയി ഇച്ചിരി താത്തി, അതായത് ഈ ഒരു പ്ലസ് സൈൻ ഇല്ലേ, ആ സൈൻ ഇച്ചിരി താത്തി വയ്ക്കുമ്പം ഈ സ്റ്റെയർ ഇങ്ങനെ തലകുത്തനെ വന്ന് സ്റ്റെയർ ഇരിക്കും. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ചെസ്റ്റ് ഉറക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ബാക്കിലുള്ള ഈ ഒരു സ്റ്റോൺ എടുത്ത് കളയാ. വീട് എടുത്തോണ്ടിരിക്കുമല്ലേ, തുപ്പാൻ വരുന്ന ഹാപ്പി ഓട്. അപ്പം ഇങ്ങനത്തെ ബാക്കിലത്തെ സ്റ്റോൺ ബ്ലോക്ക് കളയുക. എന്നിട്ട് ഇതിന് ചുറ്റും സ്റ്റോൺ ബ്ലോക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ബ്ലോക്കും കൂടെ പൊക്കണം. ഓക്കെ, എന്നിട്ട് രാവിലെ ആക്കിയാണ് ഞാൻ. ഓക്കെ, പോടാ ഓടാ. ഓക്കെ, എന്നിട്ട് നമ്മൾ 2 ബ്ലോക്ക് നോക്കിയില്ലേ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം വെള്ളം ഇവിടെ ഇങ്ങനെ കിടന്നോളൂ. ഇനി നമുക്ക് നമ്മുടെ ഡേർട്ട് ബ്ലോക്ക് എടുക്കുക. നിങ്ങളെന്താ ശല്യമാണല്ലോ, പോ നിന്നെ കൊന്ന പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, അത് നിങ്ങൾ രണ്ടും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡേർട്ട് ബ്ലോക്ക് വച്ചിട്ട് നമുക്ക് ഞാൻ തൽക്കാലം ഇപ്പം സ്പോൺ ചെയ്യുവാണ്. നമ്മുടെ അതിൻ്റെ കൗസ് എക്സ്പോൺ ഉണ്ട്. മാക്സിമം ഒരെണ്ണത്തിനെ കൊണ്ടുവരിക, അതാണ് നമുക്ക് എളുപ്പം. അയ്യോ, എന്തൊക്കെ ഞാൻ പിടിച്ചേക്കാതെ ഷെയർ റീലോടെ. ഓക്കെ, സോറി ഫോർ ദാറ്റ്. വെള്ളം വേണ്ടല്ലോ. വീറ്റ് എടുത്ത് കൈ പിടിക്കുക. എന്നിട്ട് ഇതിനെ എങ്ങനെ നൈസായിട്ട് ഒരെണ്ണം ഇങ്ങോട്ടോ. ഇതിന് വീറ്റ് വേണ്ടേ, വാ ഇങ്ങോട്ടോ. ഒരെണ്ണത്തിനെ കൊണ്ടുവരിക. ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം. നമുക്ക് ഇതുപോലെ 24ഓളം പശുക്കൾ വേണം. അത് ഇച്ചിരി പ്രശ്നമാണ്. ഇതിനെ താഴത്തേക്ക് മാക്സിമം താഴത്തോട്ട് ഇറക്കുന്ന രീതിയിൽ അവനെ കുറച്ച് ബുദ്ധിയുള്ള കാരണം നമുക്ക് ഇറങ്ങൂല. പക്ഷെ നമ്മളിങ്ങനെ പയ്യെ ഇവനെ തള്ളി അകത്തേക്ക് ഇടണം. പോട്ടെ, വീഴില്ല, ഇങ്ങനെ ഇങ്ങോട്ടോ. ഓക്കെ, ഇനി ഇവന്മാരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ചാടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഫെൻസ് വയ്ക്കുന്നത്. പക്ഷേ ഫെൻസ് വയ്ക്കുന്നതിന് നമുക്ക് ഒരെണ്ണത്തിനും കൂടെ വേണം. അടുത്തതിനും കൂടെ ഒന്ന് സ്പോൺ ചെയ്തേക്കട്ടെ. കമോൺ. പക്ഷെ ഇത് കണ്ട, ഇവനും ചാടും. അപ്പം ചിലപ്പോൾ ഇവൻ പുറത്ത് ചാടി വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ചിലപ്പോൾ ഈ സമയത്ത് കണ്ട അങ്ങനെ എന്നിട്ട് ഇവൻ നൈസായിട്ട് തള്ളി അകത്തേക്ക് ഇടാൻ നോക്കുക. കയറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ബ്ലോക്കും കൂടെ, ഇപ്പം ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് ഒരു ബ്ലോക്കും കൂടെ മുകളിലേക്ക് ഒരു ടെമ്പററി ആയിട്ട് വെച്ചാൽ മതി, എന്നാലത് ഇവൻ കയറുള്ളൂ. അപ്പം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവന് വീണ്ടും കൊണ്ടുവരിക. ഇതാകുമ്പോൾ അവൻ പുറത്തേക്ക് ആടത്തില്ല. എന്നിങ്ങനെ പയ്യെ കയറി ഇവനെ പയ്യെ തള്ളിയിടാൻ പറ്റും. ഇതാകുമ്പോൾ അവൻ പുറത്തേക്ക് ചാടി വരത്തില്ല നമുക്ക്. അത് ആ ഒരു പേടി വേണ്ടി വരത്തില്ല.
അയ്യോ ഞാൻ പുറത്തേക്ക് പോയി. വാ ഇങ്ങോട്ടോ, വാ 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 ഒന്നര വാ. കമോൺ കമോൺ കമോൺ, ഗെറ്റ് ഇൻസൈഡ്, ഗെറ്റ് ഇൻസൈഡ്. കയറി വാ, കയറി കയറി അത്തറ് അത്തറ 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 അത്തറ. തള്ളി 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 കയറ്റ കയറ്റ കയറ്റ. ഇങ്ങനെ പിന്നെ തള്ളി 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 അവനിങ്ങനെ പയ്യെ പയ്യെ തള്ളി തള്ളി ആത്തേക്ക് വീണ്. ഇനി ഇവന്മാർ ചാണ സമയത്തില്ലേ, നമ്മൾ ജസ്റ്റ് ഇവന്മാരൊന്ന് ഇതിന്റെ മുകളിൽ ഈ ഒരു കറക്റ്റ് ഇവിടെ ആയിട്ട് ഇവന്മാർ ചാടുന്നുണ്ട്. അതാണ് വയ്ക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബ്ലോക്ക് വെക്കേണ്ടത്. കുറച്ച് ഇവന്മാരെ ചാടം തീരും. ഇനി ഇൻ കേസ് ചാട്ടം തീർന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ചേക്കുക, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലൊക്കെ 24 വേണം. ഞാനിപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആകത്തില്ല, നമുക്ക് വീഡിയോയ്ക്ക് അത്ര സമയം കളയില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഒരു 22 കൂടെ ഉണ്ടാക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 16 17 18 19 20 21 22 കണ്ട. അപ്പൊ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൊക്കാൻ പാടില്ല. ഇത്രയും പൊക്കി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടും ഇതായിരിക്കും. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ ഇവന്മാർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുക. അപ്പം ഇത്ര ആകും തന്നെ ഇവന്മാരിങ്ങനെ കുറച്ച് മാറിക്കാം. ഇവന്മാരിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്പോൺ ആകും തോറും അടുത്തവന്മാർ ചത്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ദിവസം കേട്ടാ. അപ്പൊ ഇപ്പൊ തന്നെ ഇത്രയും കിട്ടി. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാ. ഇത്രയും നമുക്ക് ഇപ്പൊ തന്നെ കിട്ടി. അപ്പം ഇത്രയോട് പരിപാടി. ഇത് തന്നെ നമുക്ക് കുറച്ച് മാറിക്കട്ടെ. ഇത് തന്നെ നമുക്ക് ആടിനും ചെയ്യാൻ പറ്റും, കോഴിക്കും ചെയ്യാൻ പറ്റും, പന്നിക്കും ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുതരാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് സമയം കളയാൻ താല്പര്യമില്ല. നിങ്ങളും തിരക്കിട്ട് കാണുന്നവരാണ്. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം ഇപ്പോൾ ഇതൊക്കെ സൈൻ ഔട്ട്. പ്ലീസ് ടാറ്റാ ബൈ ബൈ. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.